ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഭായോട് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഭായോട് ഇത്ര നാണോ. ഇന്ന് നമ്മുടെ ആ പട്ടാഴി അമ്പലത്തില് ഒരു പേജ്, ഒഫീഷ്യൽ പേജ്, ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞോട്ടെ. പട്ടാഴി അമ്പലത്തിലെ ഒരു ഒഫീഷ്യൽ പേജ് നമ്മുടെ അച്ഛനും അമൽ ഗോപിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒഫീഷ്യൽ പേജിലേക്ക് വീഡിയോ ഇടാൻ വേണ്ടി, അതായത് പട്ടാഴി പൊങ്കാലയുടെയും പട്ടാഴിയുടെ മറ്റേ ലെഗസി ഒക്കെ പറയുന്ന രീതിയിൽ ഒരു ഷൂട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ട് നടത്താനായിട്ട് പട്ടാഴി അമ്പലത്തിൽ വന്നേ. അപ്പം അങ്ങനെ പട്ടാഴി അമ്പലത്തിൽ വന്ന് ഓരോ വ്ളോഗിങ് പരിപാടികളൊക്കെ കാണാം. അതേപോലെ തന്നെ നമ്മുടെ പട്ടാഴി അമ്പലത്തിന്റെ പൊങ്കാലയുടെ കൂപ്പണ്ട് വിതർന്നു, അതും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതെല്ലാം കാണാം. സാക്ഷിയായ സൂര്യഭഗവാന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് പട്ടാഴി അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധവും ആചാരപരവുമായ ചടങ്ങാണ് പട്ടാഴി പൊങ്കാല. എന്നെ കൊണ്ട് പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്തില്ല, മൈക്ക് വർക്ക് ആവുന്നു. ഇവിടെ കോമഡികൾ ഫോട്ടോ എടാ 1201 മകരം 25 ഞായർ രാവിലെ മകരം 25 എന്ന് പറഞ്ഞു. 2026 മകരം 25 ഫെബ്രുവരി 8 ഞായറാഴ്ച. 2026 മകരം 25 ചേർത്തില്ല അല്ലേ? 1201 അല്ലെങ്കിൽ 2026 ഫെബ്രുവരി 8 മകരം 25 ഞായർ രാവിലെ. 1201 മകരം 25 ഞായർ രാവിലെ. അവനെയാണ്, നമ്മളെയല്ല. സാക്ഷിയായ സൂര്യഭഗവാന്റെ അനുഗ്രഹ പ്രതി പട്ടാഴി അമ്മയുടെ തിരുസന്നിധിയിൽ നടന്നു വരുന്ന ആചാരപരവും ചരിത്രപരവുമായ ഒരു ചടങ്ങാണ് പട്ടാഴി പൊങ്കാല. അതൊക്കെയാണ്. കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ മാറിയൊന്നു. ഒരു സീന് നിങ്ങൾ വീഡിയോ എടുക്കുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളൂ. സാക്ഷിയായ വ്ളോഗർ ഈ വട്ടം ക്യാമറയിലൊക്കെ വൻ സീനാണ്. സാക്ഷിയായ സൂര്യഭഗവാന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് പട്ടാഴി അമ്മയുടെ തിരുസന്നിധിയിൽ നടന്നു വരും ചരിത്ര പ്രസിദ്ധവും ആചാരപരവുമായ ചടങ്ങാണ് പട്ടാഴി പൊങ്കാല. വേണ്ട ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 2026 ഫെബ്രുവരി 8 മകരമാസം 25 മകരം 25 ഞായർ രാവിലെ 7 മണിക്ക്. ശരത്ത് വരണം, വ്ളോഗിൽ എന്തെങ്കിലും കിട്ടണം. 7 മണിക്ക് തിരുസന്നിധിയിൽ തിരുസന്നിധിയിൽ നടത്തപ്പെടുന്നു. എല്ലാവരും പങ്കെടുക്കും. മാസമായിട്ട് വരുന്ന അറിഞ്ഞുകൊണ്ട് മാസമായിട്ട് വരും. ശ്യാം നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ ശ്യാമ അവനെ ഞാൻ ഡ്രോപ്പ് ചെയ്യണം. ഞാൻ ലൂപ്പിൽ പെട്ട് പോയെന്ന് പറഞ്ഞു. ചാർജില്ല. ഞാൻ അത് ഇവനെ വിട്ടെ. നമുക്ക് മഴ പെയ്യുവാണെങ്കിലേ വെള്ളാരം. ഈ കൊല്ലവർഷത്തെ പൊങ്കാല മഹോത്സവം 2026 ഫെബ്രുവരി 8 മകരമാസം 25 തീയതി രാവിലെ 7 മണിക്ക് ശ്രദ്ധിക്കുക. ഇവന് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇവനെ ഫോളോ ചെയ്യാം. 4 പേരെ കണ്ടപ്പോ അച്ചോണ്ണേ എന്നാ കുറച്ച് അഴിഞ്ഞാടാം. ഞാൻ ഇവിടെ നിൽക്കുന്നവരെ കൊണ്ട് ഫോളോ ചെയ്ത ഇന്ന് എനിക്ക് 1K ഫോളോവേഴ്സ് അടിക്കും. ഞാൻ ചെന്ന് ഓടിയോ വേണ്ട. അതിനെന്തോടാ, അതിരിക്കട്ടെ. അത് എന്റെ വ്ളോഗിൽ ഇടാൻ പ്രശ്നമൊന്നുമില്ല. അവിടെ ഇതിനെ വിളിച്ചത് അവിടെ കുത്തിരുന്നേ. 4 പേര് നാളെ പോണം തിരുവനന്തപുരത്ത്. പത്രസമ്മേളനം വിളിക്കേണ്ടി വരുന്നില്ല. അത് അർജുൻസ് വാക്ക് വേയുടെ അതിന്റെ പേര് മാറ്റണ്ട, പേര് ശരിയാത്തില്ല. എന്തിനാ 4 പേര് 10,000? ഇത് വീഡിയോ ഹിറ്റ് ആവത്തില്ല, അന്നേരം നമ്മളെ വിളിക്കത്തില്ലയോ? മറ്റേ ഇന്റർവ്യൂ വിളിക്കുമ്പോ ഈ വീഡിയോ നിങ്ങൾ ഇത് വിവാദമാക്കും. ഇത് നിങ്ങളാ തീരുമാനിക്കുന്ന പട്ടായ കാര്യം? നീയാ തീരുമാനിക്കുന്നേ?
അപ്പൊ ഞാൻ കമന്റിൽ അങ്ങനെ അങ്ങനെ അത് ലോക വൈറലാ. പൊട്ടിത്തെറിച്ച് ഇതിനകത്തോ? ആ ഓക്കെ ഓക്കെ, പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുള്ളടാ. അത് കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടോ ചെയ്തോ നോർമൽ ആയിട്ട് നിന്നിട്ട് അത്രയും action അങ്ങ് കുറഞ്ഞ് വരുമ്പോ, ഭയങ്കര അതായത് അങ്ങനെ വരരുത്. അതായത് നോർമൽ ബിഹേവ് ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ. പരിപ്പുണ്ടോ ഇയാൾ എത്ര അടുത്തിരിക്കുന്നുണ്ട് ഭയങ്കര വിഷയങ്ങളായിരുന്നു. പിന്നെ അത് മതി. വാ, നമുക്ക് അമ്മാവനെ പോകാം. correct വാടാ. അമ്മാവനായിട്ട് വാ, വാ, വാ. കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. അതിൽ ഒരു ക്ലിപ്പ് കൂടെ എടുക്കാണ്ട്. അതിനുശേഷം റാൻഡം ക്ലിപ്പ് നമ്മുടെ ക്യാമറമാൻ എടുത്തോളൂ. എവിടെ നിന്ന് എടുക്കുന്നത്? അതിലെ പൊങ്കാല എഴുതുന്ന ആളുകളുടെ ഇടയിലൂടെ പോയിട്ട് ഈ വർഷത്തെ പൊങ്കാല എന്നാന്ന് പറഞ്ഞത്. വേടാ. മഴയാണല്ലോ ഇവിടെ. ഇത്രയും നാൾ എത്ര നാളുകൊണ്ട് മഴയില്ലായിരുന്നു. എടാ ഇത് നീ എടുക്കുന്നുണ്ടോ? നമ്മൾ ഇതെല്ലാം ഒരു അമ്മയുടെ അനുഗ്രഹമായിട്ട് കരുതിയിട്ടാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. എൻ്റെ ലൈഫിലൊരു എന്താ പറയുന്നത്, ഈ 2026 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പട്ടാഴി അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നാണ് ഞാൻ കരുതുന്നത്. പട്ടാഴി അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കണം. ഓഫീസിലെ ഉറപ്പായിട്ടും കിട്ടും. ഓഫീസിന്റെ വലിയ ഏത്തിയസ്റ്റ് ഞാൻ. ഇവിടെ വന്നിട്ട് അമ്പലത്തെ നിനക്ക് അവിടെ കേൾക്കുന്നില്ലേ? എടാ ഇതിലും വരും. എടാ ഇത് എന്താ പിടിച്ചോ? റെക്കോർഡ് ചെയ്യണമെന്നില്ല. നിന്റെ എല്ലാവരുടെയും ഉണ്ടല്ലേ ഇടയില്? സംസാരിക്കും ഹലോ അല്ല അത് നല്ലതല്ലേ മഴ കൂടുന്ന മഴയുണ്ടോ മഴ ചാറുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കളിത്തട്ടെ ആ കളത്തോട്ട് ഇരിക്കാം. ഡയറക്ടർ ഇടയ്ക്ക് അവിടെ പറ. നീ ഇടയ്ക്ക് അവിടെ അല്ല, പറ. ചാർജ് കുത്തിയിടാൻ പോയി നീ കൊണ്ടുപോകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ പുതിയ PT സാർ പ്രസാദ്. അത് എറണാകുളത്തുണ്ട് എവിടുത്തെ? മേലത്തെയോ? സ്റ്റുഡിയോ ഫ്ലോറോ? പൊട്ടിച്ചാൽ സീറ്റ് പൊട്ടിച്ചാൽ ആര് പൊട്ടിച്ച്? സീറ്റ് മാറാൻ എന്നെ വിളിച്ചിട്ടില്ല. എന്തുപേരും വിളിച്ചില്ല. മറ്റേ ടേബിളിലേക്ക് ഇടിക്കാനേ വിളിച്ചു. ആരെ വിളിച്ചു? ഷീറ്റ് ഒന്ന് പൊക്കിയായിരുന്നു. ഈ ആസ്പെറ്റാ ഷീറ്റ് ഉണ്ടല്ലോ, വാക്കില്ല പൊക്കിയാട്ട. അമ്മയുടെ അവിടെ ഇരുന്നോളാം പറ. ചെറിയ എന്തോ ഒരു പൊട്ടലുള്ളായിരുന്നു. ഒരു സീറ്റ് മാറ്റാൻ നോക്കിയപ്പോ മൊത്തത്തിൽ കൂട്ടി പോയി. എന്നാന്ന് മാറുന്നതും വരെ എങ്ങനെയാണ് അത് പൊക്കേണ്ട? ഷർട്ട് ഇങ്ങനെ പൊക്കിയിരുന്നു ഇങ്ങനെ? മറ്റേ കൊട എങ്ങനെ പൊക്കിയിരുന്നു? ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിരണം. ഞാനാ പോലെ നീയാ ആദ്യം ഓർക്ക്. അങ്ങനെ കിട്ടുന്നുള്ളൂ. ഞാനില്ല, ഇയാൾ മാത്രമുള്ളൊരു അതെന്തോ ആ സർവ്വമാക്കി രണ്ടുപേരില്ലയോ? പ്രതികരണം എടുക്കണം. അവിടെ പ്രതികരണം കിട്ടണാടാ. അത് അതിനായി കൂപ്പൺ മേടിക്കാനുള്ളതാണ്. ആണല്ലേ? പൊങ്കാലടല്ലേ വായിക്കാൻ കിട്ടൂടാ. ആൾക്കാര് വിചാരിക്കുന്ന ഞാൻ സ്പോർട്സ് ഓഫീസിന്റെ വേറെ ആ പേര് നമുക്ക് മാറണം. നിന്നെ പിന്നെ കുഴപ്പമില്ല. ഞാൻ ഇത് ഇതാ കാണുമ്പോ ഇത് കറക്റ്റാ. പുള്ളിക്ക് എന്ത് അമ്പലത്തിൽ കയറാൻ പറ്റാത്തണ്ട്. ഇതിന്റെ മൊത്തം ഔട്ട് നോക്ക്. ഞാൻ ചെയ്ത് പ്രോമോ എടുക്കാൻ വന്നയാ? അല്ല അവന്മാര് കല്യാണം എടുക്കാൻ വന്നതാണ്. അല്ല അത് ഇവന്റെ അടുത്ത് ചോദിച്ചു ആരാണ്ട്. കേട്ടോ ഒരുമാതിരി പെട്ടവരെല്ലാം വിചാരിക്കുന്നത് കല്യാണം ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. ആണല്ലേ? മിക്കവാറും വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, പ്രശ്നം ആക്കില്ല. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ. ഇതിൽ തെരഞ്ഞെടുത്ത ദിവസം കൊള്ളാം. ഇല്ല എടാ, അതെല്ലാം നിമിത്തമാ. അതിൽ ഓരോ സൗണ്ടിൽ കൂടെ നിൽക്കും. ഞാൻ നിൽക്കില്ല അവൻ്റെ കൂടെ. മൊത്തം ഗ്യാങ് ആയിട്ട് ഇരിക്കുന്നില്ലേ? ഞാൻ സംസാരിക്കും, എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരവസരം തന്നാ മതി. അതേ ഉള്ളു, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നീ ഒന്ന് ആലോചിച്ച് കാണുന്നു. ഇതിന് നീ വീഡിയോ എടുക്കുന്നിടത്തോ? നീ ഒന്ന് ആലോചിച്ചു, നമുക്കതിന് കിട്ടിയ ഒരു ഭാഗ്യം. നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്, ഇതിന്റെ ഉദ്ഘാടനം എല്ലാം വന്നത്, മഴ പെയ്തു, എല്ലാം ഒരു നിമിത്തമായിട്ട് നമ്മള് കരുതണം. എനിക്ക് എന്റെ കണ്ടന്റ് അല്ല. എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആളെ ഊക്കുക, പരിപാടി, കോമഡി കൊണ്ടുവരും, ഫണ്ട് കൊണ്ടുവരും. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ എനിക്കിത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു, ബ്ലോഗിൽ ഇടേണ്ടി വരുന്നു. ഫണ്ണാക്ഷൻ ഡ്രാമയല്ലേ ഇത്? ശരിക്കും ഇവിടെ ഒരു ഫണ്ടുണ്ട്. മുതൽ ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാധനം കൊണ്ടുവന്നിരുന്നോടാ. സെറ്റല്ലേ? പൊങ്കാല കൂപ്പണ് രണ്ടായിട്ടാണ്. ഒന്നെന്ന് പറയുമ്പോ
നമ്മളെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ഇവിടെ ക്ലബിലെ പാചകം ലൈക്ക് പൊങ്കാല ഇടാനായിട്ടുള്ള അരികളാണെങ്കിലും എല്ലാം കൊണ്ടുവന്ന് ചെയ്യുന്നതിന് 100 രൂപയും അതുപോലെ നമ്മുടെ സമിതി തന്നെ Okay അല്ലേ? ഇവിടെ ഒരുക്കുന്ന അത് മതിയല്ലോ. പൊങ്കാല കിറ്റുണ്ട്. നീ റാൻഡം സാധനം കിട്ടിയോടാ? അതെ പൊങ്കാല കിറ്റ് ഒന്നും വേണ്ട ആ കിറ്റിനകത്ത് എല്ലാ നീ സാധനവും എല്ലാം എടുത്തോ, എനിക്കൊരു 40 സെക്കൻഡ് വീഡിയോ. കലമാണെങ്കിലും വിറകാണെങ്കിലും അരി സാധനങ്ങളാണെങ്കിലും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നമ്മളിവിടെ അത് ഡയറക്റ്റ് കുറച്ച് നേരത്തെ വരണം. 7 മണിയുടെ പൊങ്കാലയ്ക്ക് ഒരു 6 മണിക്കെങ്കിലും എടാ 6 മണി വരെ കൂപ്പൺ എഴുതി കൊടുത്താ എല്ലാവർക്കും? ആ സാമഗ്രികൾ കളക്ട് ചെയ്ത് അവരവരുടെ നമ്പർ കൂപ്പൺ അലോട്ട് നമ്പർ അതിന് 200 രൂപ. ഇപ്പൊ 100, 200 എന്നൊരു കൂപ്പണുകളാണ് ഉള്ളത്. നിങ്ങളുടെ പറഞ്ഞോടെ അത് വേണ്ട, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഡീറ്റെയിൽ 200, 100ന്റെ കോപ്പൺ അതൊക്കെ അറിയാം ആരടാ. ഇത് തിരുവനന്തപുരത്ത് പോകുമ്പോ അറിയത്തില്ല. എന്നെ കൊണ്ട് കളിയൊക്കെ കളിപ്പിച്ചില്ലേ? കൊളാബ് ചെയ്ത അറിയത്തില്ലല്ലേ? നമ്മുടെ വേണ്ടായിരുന്നു കൊളാബ് പിടിക്കും. നമ്മുടെ വേണ്ടാരും കൊട്ടാരക്കരയ്ക്ക് ഇടാടാ. നമ്മുടെ കൊട്ടായി 10,000 ഇടും. അടാ. പറയട്ടെ.